വി. മാക്സിമൂസ്. ക്രിസ്തുവർഷം 250 രക്തസാക്ഷിത്വ മകുടം ചൂടിയ വിശുദ്ധനാണ് മാക്സിമൂസ്. റോമൻ മാർട്ടീരിയോളജിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ പ്രകാരം എഫേസോസിൽ വച്ച് ഏപ്രിൽ 30 അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം നടന്നത്. എന്നാൽ മാക്സിമൂസിന്റെ നടപടികൾ എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നതാകട്ടെ മെയ് 14 സാഗൂസിൽ വച്ച് രക്തസാക്ഷിത്വം നടന്നു എന്നാണ്. ഏതാണ് കൃത്യമായ തീയതി എന്നതിനെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളാണുള്ളത്. റോമാ ചക്രവർത്തി ഡേസിയൂസിന്റെ ഭരണകാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനായി നിയമം കൊണ്ടുവന്നിരുന്നു. ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന പൊക്കം കുറഞ്ഞ ഒരു സാധാരണ ബിസിനസ്സുകാരനായ ക്രൈസ്തവ വിശ്വാസിയായിരുന്നു മാക്സിമൂസ്. ക്രിസ്ത്യാനികൾ ദാരുണമായി പീഡിപ്പിക്കപ്പെടുന്നതും അനേകർ രക്തസാക്ഷിത്വം വരിക്കുന്നതും കണ്ടറിഞ്ഞ മാക്സിമൂസ് തന്റെ വിശ്വാസം മറച്ചുവച്ചില്ല. താൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പ്രോകോൺസൂൾ ഓപ്റ്റിമൂസിന്റെ മുമ്പാകെ അദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്തി. പ്രോകോൺസൂൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അതിന് അദ്ദേഹം സുധീരം മറുപടി നൽകി. എന്താണ് നിന്റെ പേര്? പ്രോകോൺസൂളിന്റെ ചോദ്യം. മാക്സിമൂസ് എന്നാണ് എന്റെ പേര്. സ്വതന്ത്രനായി ജനിച്ചു. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിന്റെ അടിമയാണ്. നിന്റെ തൊഴിൽ എന്താണ്? ഞാൻ ജനങ്ങളുടെ ഇടയിൽ വ്യാപാരം ചെയ്ത് ജീവിക്കുന്നു. നീ ഒരു ക്രിസ്ത്യാനിയാണോ? അതെ, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. എന്നാൽ അതിന് ഞാൻ അയോഗ്യനാണ്. ചക്രവർത്തിയുടെ അലംഘനീയമായ കൽപ്പന അറിഞ്ഞുകൂടെയോ? ഏതു കൽപ്പന? ക്രിസ്ത്യാനികൾ അന്ധമായ ആചാരങ്ങളിൽ നിന്നു മാറി റോമിന്റെ ദൈവത്തെ ആരാധിക്കണമെന്നും ചക്രവർത്തിക്ക് ധൂപം അർപ്പിക്കണമെന്നും. ഈ ലോകത്തിന്റെ ഭരണാധികാരി കൽപ്പിച്ച ആ കൽപ്പന ഞാനറിഞ്ഞു. അത് ദൈവനിന്ദാപരമാണ്. അതനുസരിക്കുക സാധ്യമല്ല. അതിനാലാണ് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തന്നത്. റോമിന്റെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുക. ഞാൻ ഏക സത്യദൈവത്തിന് ബലിയർപ്പിക്കുന്നു. ബാല്യം മുത പതിവാണ്. ലുള്ളമാർക്ക് ബലിയർപ്പിച്ചാൽ മോചിപ്പിക്കാം. അല്ലെങ്കിൽ പീഡനവും മരണവുമായിരിക്കും പരിണിത ഫലം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രക്തസാക്ഷിത്വം, ക്രിസ്തുവിനെ പ്രതി മരണം, ഈ ചെറുജീവിതം സമർപ്പിച്ച് നിത്യജീവൻ പ്രാപിക്കുകയാണ് എന്റെ ആഗ്രഹം. ഇത്രയുമായപ്പോൾ പ്രോകോൺസൂൾ അദ്ദേഹത്തിന് ചമ്മട്ടിയടി നൽകാൻ കൽപ്പിച്ചു. പീഡനയന്ത്രത്തിൽ കെട്ടിത്തൂക്കിയിട്ട് ചമ്മട്ടിയടി നൽകി. എന്നാൽ മാക്സിമൂസ് വിശ്വാസത്തിൽ നിന്ന് തെല്ലും വ്യതിചലിക്കാതെ ധൈര്യസമേതം പീഡനങ്ങൾ ഏറ്റുവാങ്ങി. ഓപ്റ്റിമൂസ് വിധി പ്രസ്താവിച്ചു. മാക്സിമൂസ് നിയമം ലംഘിക്കുകയും ഡയാനദേവൻ ബലിയർപ്പിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം മറ്റു ക്രിസ്ത്യാനികൾക്ക് ഒരു പാഠമാകേണ്ടതിന് മാക്സിമൂസിനെ കല്ലെറിഞ്ഞു കൊല്ലുക. ഉടൻ തന്നെ പടയാളികൾ അദ്ദേഹത്തെ പട്ടണത്തിനു വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. കല്ലുകൾ ശരീരത്തിൽ ആഞ്ഞുപതിക്കവേ അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പീഡനങ്ങൾ സ്വീകരിച്ചു. ക്രിസ്തുവിനുള്ള രക്തബലിയായി മാക്സിമൂസ് സ്വജീവനർപ്പിച്ചു. പീഡനങ്ങളിൽ മാക്സിമൂസ് പ്രകടിപ്പിച്ച ധീരതയും വിശ്വാസം ഏറ്റുപറയാൻ പ്രദർശിപ്പിച്ച ഉറപ്പും നമുക്ക് പ്രചോദനമാണ്. ഈ ലോക ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ച് നിത്യജീവനാകുന്ന അമൂല്യരത്നം നേടിയെടുത്ത ആ വിവേകിയായ വ്യാപാരിയുടെ മാതൃക നമുക്കും അനുകരണീയം തന്നെ.